രാമൻ്റെ മതം ഈ നാട്ടിൽ എന്നാണോ അവർ തിരിച്ചു കൊണ്ടുവരുന്നത്, അവരുടെ രാഷ്ട്രീയമായിട്ട് അവരെങ്ങനെയാണോ സ്ഥാപിക്കുന്നത്, ആ കാലത്ത് ഈ രാജ്യം ഈ വേദകാലത്തിൻ്റെ ഇരുണ്ട കാലഘട്ടങ്ങളിലേക്ക് തിരിച്ചു പോകുന്ന അവസ്ഥയാവും സംജാതമാവുക. അങ്ങനെ ഒരു കാലത്തെ നിങ്ങൾ കരുതിയിരിക്കുക എന്നുള്ള ആ മുന്നറിയിപ്പ് 90 വർഷങ്ങൾക്ക് മുമ്പേ. അപ്പോൾ ആലോചിച്ച് നോക്കണം, RSSന്, സംഘപരിവാർ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന് കേവലം 10 വയസ്സ് മാത്രം രൂപീകരിച്ചിട്ട് പ്രായമുള്ള ആ കാലത്തെ ഈ ദേശത്തിന് മുന്നറിയിപ്പ് തന്ന ഒരു പുസ്തകം. അത് നമ്മൾ കേൾക്കേണ്ട വിധത്തിൽ കേരളം കേട്ടില്ല എന്നുള്ളത്, കേരളം മാത്രമല്ല ഇന്ത്യ അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മളിന്ന് ആ വിഷലിപ്തമായ സാംസ്കാരിക അന്തരീക്ഷത്തിൻ്റെ കെടുശ്വാസം നമുക്കും ശ്വസിക്കേണ്ടി വന്നത്. അതിൻ്റെ ശ്വാസം മുട്ടലിലൂടെ നമ്മളും കടന്നു പോകേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലിരുന്നു കൊണ്ടാണ് നമ്മൾ ഈ മാധവൻ എന്ന മനുഷ്യനെ, അദ്ദേഹത്തിൻ്റെ സ്വതന്ത്ര സമുദായം എന്ന ആശയം നമുക്കറിയാം. ഒരുപക്ഷെ കേരള നവോത്ഥാനത്തിൻ്റെയും കേരള ചരിത്രത്തിൻ്റെയും തന്നെ ഗതി നിർണ്ണയിച്ച സവിശേഷമായ ഒരു സാംസ്കാരിക ഘട്ടമായിരുന്നു അഖില കേരള തീയ യുവജന സംഘത്തിൻ്റെ സമ്മേളനം പട്ടണക്കാട്. ഞാൻ ആ നാട്ടുകാരി കൂടിയാണ്. ശർത്തലയിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പം എൻ്റെ ദേശത്ത് നടന്ന അതിവിപ്ലവകരമായിട്ടുള്ള ഒരു ആശയത്തിൻ്റെ ലിഖിത രേഖ, ആ ആശയപ്രകടനം നമ്മൾ ഈ പറയുന്ന പുസ്തകത്തിൻ്റെ തലക്കെട്ടിൽ പറയുന്ന രീതിയിലുള്ള സ്വതന്ത്ര സമുദായം, ഈഴവർ ഹിന്ദുക്കളല്ല എന്ന പേരിലുള്ള ഒരു പ്രമേയമായിട്ട്, ആശയ പദ്ധതിയായിട്ട് ആ സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെടുകയും അത് പിന്നീട് ഒരു ലിഖിത രൂപത്തിലേക്ക്, പുസ്തക രൂപത്തിലേക്ക് മാറുകയും ചെയ്തതിൻ്റെ രേഖയാണ് നമ്മുടെ കൈകളിൽ ഈ ഇരിക്കുന്ന പുസ്തകം. നമുക്കറിയാം, ഇത് വെറും ഒരു പുസ്തകമല്ല. 90 വർഷങ്ങളായിട്ട് കേരളത്തിൻ്റെ സാംസ്കാരിക അന്തരീക്ഷത്തിൽ, സുബൈദ ടീച്ചർ പറഞ്ഞ പോലെ, കേരളത്തിൻ്റെ സാഹിത്യത്തെ, സംസ്കാരത്തെ, രാഷ്ട്രീയത്തെ, പൊതുബോധ നിർമ്മിതിയൊക്കെ പലതരത്തിൽ, പല മാനങ്ങളിൽ, പല ഇടങ്ങളിലൂടെ നിരന്തരം സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം. ഈ പുസ്തകം നമുക്കറിയാം, നമ്മുടെ കേരളമായിട്ട് രൂപീകരിക്കപ്പെടുന്നതിനു മുമ്പ് 56-ൽ കേരളം ഉണ്ടാകുന്നു, 34-ൽ ഈ പുസ്തകം എഴുതപ്പെടുന്നു. അപ്പോൾ 2 പതിറ്റാണ്ട് മുമ്പ്, കേരള രൂപീകരണത്തിന് 2 പതിറ്റാണ്ട് മുമ്പ് എഴുതപ്പെട്ട പുസ്തകം പിൽക്കാലത്ത് കേരളമായി ഭൂമിശാസ്ത്രപരമായി ഏകീകരിക്കപ്പെടുന്നത് തിരുവിതാംകൂറും തിരുക്കൊച്ചിയും മലബാറും ചേർന്നാകുമ്പോൾ ഈ 3 ദേശങ്ങളിലും സമാനമായി സംഭവിക്കുന്ന ഒരു ചരിത്ര സന്ധി കൂടിയായിരുന്നു സ്വതന്ത്ര സമുദായത്തിൻ്റെ നിരോധനം എന്ന് പറയുന്നത്. അപ്പോൾ ദേശരൂപീകരണത്തിന് മുമ്പ് തന്നെ ദേശത്ത് സമാനമായി നടത്തപ്പെട്ട ഒരു ദൗത്യം, എന്തുകൊണ്ടത് 3 ദേശങ്ങളിലും, തിരുവിതാംകൂറിലും തിരുക്കൊച്ചിയിലും മലബാറിലും ഒരുപോലെ ഈ പുസ്തകം നിരോധിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ കാരണം നമുക്കറിയാം. ആ കാരണം മറ്റൊന്നുമല്ല, ജാതി ശരീരങ്ങളായി മാത്രം മനുഷ്യനെ കണ്ടിരുന്ന, അത്തരത്തിൽ മാത്രമേ കാണാവൂ എന്നുള്ള വിലക്കുകൾ വളരെ കൃത്യമായി നിർവഹിക്കപ്പെട്ടിരുന്ന ഒരു കേരളത്തിൽ, അങ്ങനെയല്ലാതെ പൗരന്മാർ എന്ന നിലയിൽ, സ്വതന്ത്ര അസ്തിത്വമുള്ള മനുഷ്യരെന്ന നിലയിൽ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് വളരെ ലളിതമായ ഭാഷയിൽ, അക്ഷരം അറിയാവുന്ന, കൂട്ടി വായിക്കാൻ അറിയാവുന്ന, ആർക്കും മനസ്സിലാകാവുന്നത്ര ലളിതമായിട്ട് ഒരു സ്വതന്ത്ര, ഇതിൽ ഈ പുസ്തകം ഒരു വിമോചനത്തിൻ്റെ മാനിഫെസ്റ്റോ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന പുസ്തകമാണ്. എന്തിൽ നിന്നെല്ലാമുള്ള വിമോചനം എന്ന് ചോദിച്ചാൽ സനാതന ബ്രാഹ്മണ്യത്തിൽ നിന്നുള്ള വിമോചനമാണ്, മത ദൈവികതയിൽ നിന്നുള്ള വിമോചനമാണ്. നമ്മൾ വിമോചന ദൈവശാസ്ത്രത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, എന്നാൽ ദൈവശാസ്ത്ര വിമോചനത്തെക്കുറിച്ചിട്ടാണ് ഈ പുസ്തകം സംസാരിക്കുന്നത്. ഒരുപക്ഷെ ഈ നിരോധനത്തിൻ്റെ അടിസ്ഥാന കാരണങ്ങളിലൊന്നും ദൈവശാസ്ത്രത്തോട് അല്ലെങ്കിൽ മതപരതയോട് ഉള്ള എതിർപ്പാണ്. ഈ പുസ്തകത്തിന് മുമ്പ് തന്നെ കേരളമാവുന്നതിന് മുമ്പ് തന്നെ ആദ്യമായി നിരോധിക്കപ്പെട്ട മറ്റൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് ഗോപാലൻ കേരളവർമ്മ തിരുമുൽപ്പാട് എന്ന ഒരു സവർണ സമുദായത്തിൽ നിന്ന് തന്നെയുള്ള ഒരാൾ എഴുതിയിട്ടുള്ള കേരള അവകാശക്രമം എന്ന പേരിലൊരു പുസ്തകമാണ്. അത് 1876-ൽ തിരുവനന്തപുരം മുദ്രാവിലാസം അച്ചുകൂടത്തിൽ അച്ചടിച്ച് വിതരണം ചെയ്യപ്പെട്ട ആ പുസ്തകം ആണ് ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ഉള്ളടക്കത്തിൻ്റെ പേരിൽ, ഇത്തരത്തിലുള്ള എന്ന് ഞാൻ പറഞ്ഞാൽ ജാതിയുടെ ഉൽപ്പത്തി ചരിത്രത്തെക്കുറിച്ചായിരുന്നു ആ പുസ്തകം, കേരളാവകാശക്രമം എന്ന പുസ്തകം ചർച്ച ചെയ്തത്. ഇതിനും ഒരു നൂറ്റാണ്ടോളം മുൻപ് 1876, ഒരു നൂറ്റാണ്ടെന്ന് പറഞ്ഞുകൂടാ,
74 ഒരു 60 വർഷങ്ങളുടെ ഉള്ളിൽ ഈ പുസ്തകവും നിരോധിക്കപ്പെട്ടതിൻ്റെ കാരണം ജാതിയെക്കുറിച്ച് അല്ലെങ്കിൽ നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥയ്ക്കും ജാതി വർണ്ണക്രമങ്ങൾക്കും എതിർ നിന്നുകൊണ്ട് അതിനെ യുക്തിചിന്തയുടെ അടിസ്ഥാനത്തിൽ വിചാരണ വിധേയമാക്കി എന്നുള്ളത് കൊണ്ടാണ് അന്ന് ആ പുസ്തകവും നിരോധിക്കപ്പെടുന്നത്. 1876 ശേഷം 58 വർഷങ്ങൾക്കിപ്പുറം 1934 സ്വതന്ത്ര സമുദായത്തിൻ്റെ നിരോധനത്തിന് കാരണമായത് ജാതിയെ വിചാരണ വിധേയമാക്കി എന്നുള്ളത് മാത്രമല്ല, ജാതിയോടൊപ്പം അദ്ദേഹം ചെയ്യുന്നത് മതങ്ങളുടെ യുക്തിരാഹിത്യം അവർണ ജനങ്ങളുടെ പ്രത്യേകിച്ച് ഈഴവരുടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അദ്ദേഹം ഇതിൻ്റെ തലക്കെട്ടിൽ ഈഴവർ ഹിന്ദുക്കളല്ല എന്ന് പറയുന്നത് പോലെ തന്നെ അതിനോട് ചേർത്ത് നമുക്ക് പറയാവുന്നതാണ് അവർണർ ഹിന്ദുക്കളല്ല എന്ന് തന്നെ നമുക്ക് അതിനോട് ചേർത്ത് പറയാവുന്ന സാമൂഹ്യ സാഹചര്യവും സാംസ്കാരിക അന്തരീക്ഷവും തന്നെയായിരുന്നു അന്ന് നിലവിലുണ്ടായിരുന്നത്. നമുക്കറിയാം ആ കാലം ഏതാണ്. 1934 എന്ന് പറയുന്നത് നവോത്ഥാനത്തിൻ്റെ രഥചക്രങ്ങൾ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം, കേരളമാവുന്നതിന് മുമ്പ് തിരുവിതാംകൂറിലും തിരുക്കൊച്ചിയിലും മലബാറിലും ഉരുണ്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം. അതിൽ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള നവോത്ഥാന ശ്രമങ്ങൾ, ഏറ്റവും അധികം നവോത്ഥാന നായകരും നവോത്ഥാന യത്നങ്ങളും ഉണ്ടായിട്ടുള്ള നാട് തിരുവിതാംകൂർ തന്നെയാണ്. അതിൻ്റെ കാരണവും നമുക്കറിയാം. ഒരു ദേശം നവോത്ഥാനത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഹിംസാത്മകമായിട്ടുള്ള ശ്രമങ്ങൾക്കോ ഹിംസാത്മകമായിട്ടുള്ള പ്രത്യയശാസ്ത്രങ്ങൾക്കോ എതിര് നിൽക്കേണ്ടി വരുമ്പോഴാണ് അതിന് കൂടുതൽ മുഴക്കം ഉണ്ടാവുക. നമ്മൾ ഗ്രീക്കിനെ ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിലെന്ന് നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ വിശേഷിപ്പിക്കേണ്ടി വരുന്നത്? ഗ്രീക്കിന് എന്തുകൊണ്ടാണ് ലോകത്ത് മറ്റേത് ജനതയും ജനാധിപത്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് അവർക്ക് എന്തുകൊണ്ട് ജനാധിപത്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ, അത്രത്തോളം കൊടിയ അടിമത്തം നിലനിന്നിരുന്ന നാടായതുകൊണ്ടാണ് മറ്റേത് ജനവിഭാഗങ്ങൾ ഉണരുന്നതിന് മുമ്പേ അവർക്ക് ജനാധിപത്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി വന്നത്. തിരുവിതാംകൂറിൽ എന്തുകൊണ്ടാണ് നവോത്ഥാന ശ്രമങ്ങൾ, ഇത്രയേറെ നവോത്ഥാന നായകരുടെ എണ്ണം എടുത്താൽ അയ്യാവൈകുണ്ഠർ തുടങ്ങി ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, മഹാത്മാ അയ്യൻകാളി തുടങ്ങിയിട്ട് നവോത്ഥാന നായകരിൽ ബഹുഭൂരിപക്ഷം പേരും ജന്മം കൊണ്ടതും അവരുടെ പ്രവർത്തന ഇടമായിരുന്നതും തിരുവിതാംകൂറാണ്. എന്തുകൊണ്ടാണത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. തുലുക്കൻ കടക്കാത്ത നാട് എന്ന പേരിൽ സവർണ ബ്രാഹ്മണ്യത്തിൻ്റെ ഏറ്റവും വലിയ രാജവാഴ്ചക്കാലത്തും അതിനുശേഷവും ഒക്കെ ഏറ്റവും വലിയ സ്വീകാര്യതയും അംഗീകാരവും കിട്ടിയിരുന്ന ഇസ്ലാമോഫോബിയയൊക്കെ നട്ടുനനച്ച് വളർത്തപ്പെട്ട നാടായിരുന്നു തിരുവിതാംകൂർ. അതുകൊണ്ട് തന്നെയാണ് ജാതീയമായിട്ടുള്ള വിവേചനങ്ങളും മാറ്റി നിർത്തലുകളും ഏറ്റവും ശക്തമായി നടന്നിട്ടുള്ള ഒരു നാട്ടിൽ അഹിംസയ്ക്ക് സ്വീകാര്യത കിട്ടുന്നത് ഹിംസയുടെ നാടായതുകൊണ്ടായിരുന്നു. ഹിംസ ഏറ്റവും കൃത്യമായി നടപ്പാക്കപ്പെട്ട ഒരിടമായതുകൊണ്ടാണ് അഹിംസ എന്ന് പറയുന്ന സിദ്ധാന്തത്തിന് ഇന്ത്യയിൽ ഏറ്റവും വലിയ സ്വീകാര്യത കിട്ടിയത്. എന്ന് പറയും പോലെ ജാതീയത കൊടികുത്തി വാണ നാടായതുകൊണ്ടാണ് തിരുവിതാംകൂറിൽ അത്തരത്തിൽ ജാതി വിരുദ്ധമായിട്ടുള്ള പ്രത്യയശാസ്ത്ര വിരുദ്ധമായിട്ടുള്ള വർണ്ണവ്യവസ്ഥയ്ക്കെതിരായിട്ടുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള സാംസ്കാരിക നീക്കങ്ങൾക്ക് പ്രതിസംസ്കാരം അല്ലെങ്കിൽ കൗണ്ടർ കൾച്ചറൽ ഹെജിമണി എന്ന് പറയുന്ന തരത്തിൽ നവോത്ഥാന നീക്കങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അത്തരത്തിൽ ആ നവോത്ഥാന ശ്രമങ്ങളുടെ മുഖ്യ അജണ്ട എന്തായിരുന്നു നമ്മൾ പരിശോധിച്ചാൽ, നമ്മുടെ സമുദായങ്ങൾ നമ്മൾ നോക്കിയാൽ അറിയാം, നമ്മുടെ കേരളത്തിനെ മുന്നോട്ട് നയിക്കുന്നത് അല്ലെങ്കിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ ഗതിവിഗതികളെയൊക്കെ നിർണ്ണയിക്കുന്നത് സമുദായ സംഘടനകളാണ്. അത്തരത്തിൽ സമുദായങ്ങളിൽ അടിയുറച്ചിട്ടുള്ള മതപരിഷ്കരണ യത്നങ്ങളാണ്. ഓരോരോ സമുദായത്തിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള പരിഷ്കരണ യത്നങ്ങളിലൂടെയാണ് നമ്മുടെ നവോത്ഥാനം എന്ന് പറയുന്ന ഏകീകൃതമായിട്ടുള്ള വാക്കിൻ്റെ ഉള്ളടക്കം പല സമുദായങ്ങളിലായിട്ട് നടന്നിട്ടുള്ള സാമുദായിക പരിഷ്കരണത്തിലൂടെയാണ് സാധ്യമായത്. എന്നാൽ സാമുദായിക പരിഷ്കരണത്തിൽ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ലെന്നും സാമുദായിക പരിഷ്കരണത്തിലൂടെ കേവലം മിനുക്കുപണികൾ മാത്രമേ നടക്കുന്നുള്ളൂ എന്നും അതല്ല യഥാർത്ഥത്തിൽ വേണ്ടത്, സമുദായങ്ങളുടെ എല്ലാം കേന്ദ്രമായി നിൽക്കുന്നത് ജാതി വ്യവസ്ഥയാണ് എന്നും ആ ജാതി വ്യവസ്ഥയെ ആരാണ് നിർണ്ണയിക്കുന്നത്? മതകേന്ദ്രിതമായിട്ടുള്ള ബ്രാഹ്മണാധികാര വ്യവസ്ഥയാണ് ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത്. അടിസ്ഥാനപരമായിട്ട് പൊളിച്ചു കളയേണ്ടത് ഈ മതാധികാര ബ്രാഹ്മണ കേന്ദ്രിതമായിട്ടുള്ള വ്യവസ്ഥയെ തന്നെയാണ് എന്ന്
കൃത്യമായിട്ടുള്ള യുക്തിചിന്തയുടെ ബലത്തിൽ, കൃത്യമായിട്ടുള്ള വസ്തുനിഷ്ഠമായ വിശകലനങ്ങളുടെ ബലത്തിൽ, ചരിത്രബോധ്യത്തിൻ്റെ ബലത്തിൽ എഴുതിയിട്ടുള്ള 90 വർഷം മുമ്പ് എഴുതിയിട്ടുള്ള ഈ പുസ്തകം നമുക്കറിയാം. ഈ പുസ്തകം എഴുതുന്നതിന് 10 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ 12 വർഷം, കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ 12 വർഷങ്ങൾക്ക് മുമ്പ് 1922 ചണ്ടാല ഭിക്ഷുകി കുമാരനാശാൻ എഴുതുന്നത്. ചണ്ടാല ഭിക്ഷുകിയിൽ കുമാരനാശാൻ ജാതി കേരളത്തോട് ചോദിക്കുന്ന വളരെ മുഴക്കമുള്ള ഒരു ചോദ്യമുണ്ട്. ആ ജാതി രക്തത്തിലുണ്ടോ, അസ്ഥി മജ്ജ ഇതുകളിലുണ്ടോ എന്നൊരു ചോദ്യം ആശാൻ ചോദിക്കുന്നുണ്ട്. ജാതി നിങ്ങളുടെ രക്തത്തിലാണോ ഉള്ളത്, അതോ അസ്ഥി മജ്ജകളിലാണോ ഇരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം. അത് യഥാർത്ഥത്തിൽ ബുദ്ധനും രാജാവും തമ്മിലുള്ള സംവാദം, ചണ്ടാല ഭിക്ഷുകിയെ, ഒരു ചണ്ടാലവർഗത്തിൽ ജനിച്ച ഒരു സ്ത്രീയെ ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്തതറിഞ്ഞ് പരാതിയുമായിട്ട് ചെല്ലുന്ന രാജപ്രമുഖൻ ബുദ്ധനുമായിട്ട് നടത്തുന്ന സംവാദത്തിൻ്റെ ഇടയിൽ ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യമാണ്, നിങ്ങളുടെ ജാതി എവിടെയാണ്, നിങ്ങളുടെ രക്തത്തിലാണോ മജ്ജയിലാണോ അടങ്ങിയിട്ടുള്ളത്? ഇത് യഥാർത്ഥത്തിൽ തിരുവിതാംകൂറിലെ രാജാക്കന്മാരോട് ആശാൻ ചോദിക്കുന്ന ചോദ്യവും കൂടിയാണ്. അത് സാഹിത്യപരമായിട്ടുള്ള വശം. എന്നാൽ ഈ ചോദ്യത്തിന് 10 വർഷത്തിന് ശേഷം ഈ മാധവൻ എഴുതുന്ന ഉത്തരം കൂടിയാണ്. നിങ്ങളുടെ ജാതി എവിടെയാണ് ഇരിക്കുന്നത്, രക്തത്തിലാണോ മജ്ജയിലാണോ അസ്ഥിയിലാണോ എവിടെയാണുള്ളതെന്ന് ആശാൻ പരിഹാസദ്യോതകമായി ജാതി കേരളത്തോട് ചോദിച്ച ആ ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് ഈ മാധവൻ സ്വതന്ത്ര സമുദായം എന്ന ഈ പുസ്തകത്തിലൂടെ എഴുതുന്നത്. അദ്ദേഹം പറയുന്നത് ആ ജാതി കുടികൊള്ളുന്നത് മതത്തിലാണ്. കൃത്യമായ ഉത്തരമാണ്. ഈഴവരെ അവർണരെ സംബന്ധിച്ചിടത്തോളം ആ മതം എന്ന് പറയുന്നത് ഹിന്ദു മതമാണ്. ജനനത്തെ അടിസ്ഥാനമാക്കി, ജനനത്തെ ആസ്പദമാക്കി മനുഷ്യനെ ഉന്നതനെന്നും അധമനെന്നും മധ്യമനെന്നും ഒക്കെ തിരിച്ച് വർഗീകരിച്ച് ഹൈറാർക്കിയലായിട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ള ആ ഹിന്ദു മതം, സനാതന ഹിന്ദുത്വമാണ് ഈ മജ്ജയിലും മാംസത്തിലും അസ്ഥിയിലും ഒന്നുമല്ല, ജാതി ഇരിക്കുന്ന ഇടത്താണ്. നിങ്ങൾ ജാതി എന്ന് പറയുന്നത് ഇരിക്കുന്നത് ഈ സനാതന ഹിന്ദുത്വത്തിലാണ് എന്നുള്ള കൃത്യമായ മറുപടി, ജാതീയതയുടെയും സകല വിവേചനങ്ങളുടെയും ആധാരമായത് ഈ പറയുന്ന സനാതന ഹിന്ദുത്വം തന്നെയാണ് എന്നുള്ള കൃത്യമായ മറുപടി. അദ്ദേഹം അതിൽ പറയുന്ന ഒരു വാചകമുണ്ട്, മണ്ണിൽ കൂടി നടക്കാനും കുളത്തിലിറങ്ങി കുളിക്കാനും സ്കൂളിൽ കയറി പഠിക്കാനും കച്ചേരികളിൽ കയറി നീതി വാങ്ങാനും തങ്ങളുടെ പൂർവികർക്ക് ആരോടാണോ പടവെട്ടേണ്ടി വന്നത് ആ ഹിന്ദുത്വ അടിമത്തത്തിൽ നിന്ന് പുറത്തു വരണം എന്നുള്ള ആഹ്വാനമാണ് വളരെ കൃത്യമായി ഈ പുസ്തകത്തിലൂടെ ഈ മാധവൻ നിർവഹിക്കുന്നത്. ഇതിന് സമാനമായി ഞാൻ ഈ പുസ്തകത്തിലൂടെ വായിക്കുമ്പോൾ എനിക്ക് പലയിടങ്ങളിലും ഞാൻ അംബേദ്കറെയാണ് ഓർത്തുകൊണ്ടിരുന്നത്. അംബേദ്കർ ഈ മാധവനും തമ്മിൽ കണ്ടിട്ടില്ല. പക്ഷേ ഈ പുസ്തകത്തിൽ പലയിടങ്ങളിലും അംബേദ്കറെ അദ്ദേഹം ആശയപരമായിട്ട് ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാചകങ്ങളെ അങ്ങനെ തന്നെ ചേർത്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. ഈ പുസ്തകം ഇറങ്ങിയിട്ട് 20 വർഷങ്ങൾക്ക് ശേഷമാണ് റിഡിൽസ് ഇൻ ഹിന്ദുയിസം എന്ന് പറയുന്ന ഡോക്ടർ അംബേദ്കറുടെ പുസ്തകം എഴുതപ്പെടുന്നത്. പക്ഷേ ആശയപരമായിട്ടുള്ള സാമ്യങ്ങൾ, ഈ മാധവൻ്റെ മലയാളം വായിക്കാനുള്ള സ്വതന്ത്ര സമുദായം എന്തായാലും ഡോക്ടർ അംബേദ്കർ വായിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ റിഡിൽസ് ഇൻ ഹിന്ദുയിസത്തിൽ കൃത്യമായിട്ട് ബ്രാഹ്മണാധികാരത്തെയും ഹിന്ദു മതത്തെയും സംരക്ഷിച്ചുകൊണ്ട് നടത്തുന്ന പരിഷ്കാര ശ്രമങ്ങളൊന്നും കൊണ്ട് കാര്യമില്ല. ബാബാ സാഹേബ് പറയുന്ന വാചകം ഇങ്ങനെയാണ്, നിങ്ങൾ എത്ര വെള്ളം ഒഴുക്കിക്കളഞ്ഞാലും തെളിഞ്ഞു വരാൻ പാകത്തിൽ ഒരു ഉറവയും ഹിന്ദു മതത്തിൽ അവശേഷിക്കുന്നില്ല. അതൊരു ചെളിവെള്ളത്തിൻ്റെ, ഒരു ചെളിവെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു ചെളിവെള്ളമാണ്, കെട്ടിക്കിടക്കുന്ന ഒരു ചെളിക്കുളം പോലെയുള്ള ഒരിടമാണ്, കെട്ടിക്കിടക്കുന്ന വെള്ളമാണ്, അതിൽ തെളിഞ്ഞു വരാൻ ഒരു ഉറവയും ബാക്കിയില്ല എന്ന് പറയുന്നുണ്ട് റിഡിൽസ് ഇൻ ഹിന്ദുയിസത്തിൽ. അത് വെറുതെ ഒരു പ്രസ്താവന പോലെ പറയുകയല്ല. അദ്ദേഹം പറയുന്നത് നമ്മൾ ഈ ഒരു മതത്തെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് അതിൽ ചെയ്യുന്ന ഒരു പരിഷ്കാര ശ്രമങ്ങൾക്കും യാതൊരു കാര്യവുമില്ല. അതിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുക എന്നുള്ളത് മാത്രമാണ് വഴി. അത് അദ്ദേഹം നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട്. ലക്ഷക്കണക്കിന് അനുയായികളോടൊപ്പം ചേർന്ന് അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചുകൊണ്ട് അത്തരത്തിൽ താൻ മുന്നോട്ട് വെച്ച ആശയത്തിന് രാഷ്ട്രീയ സ്വീകാര്യതയും പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഒരു മുന്നൊരുക്കങ്ങളോടുകൂടി തന്നെ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇറങ്ങി പുറപ്പെടുന്നുണ്ട്. എന്തായാലും ശരി, നമുക്ക് കാണാൻ പറ്റും ഈ ആശയങ്ങളിലെ ചിന്തയിലെ സമാനത. ലോകവിജ്ഞാനിയായ ബാബാ സാഹേബ് ഡോക്ടർ അംബേദ്കറും അതുപോലെ തന്നെ വിജ്ഞാന തൃഷ്ണയും നമുക്ക് ഈ പുസ്തകത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം
അദ്ദേഹത്തിൻ്റെ ഉൾക്കാഴ്ച ഹിന്ദുത്വ വിമർശനത്തിൽ മാത്രമല്ല, ഡോക്ടർ അംബേദ്കറുമായിട്ട് സാമ്യമുള്ളത് ഗാന്ധി വിമർശനം. കൃത്യമായിട്ട് ഗാന്ധിയിലെ സനാതന ഹിന്ദുത്വ സംരക്ഷകനെ തുറന്ന് കാണിക്കുന്നുണ്ട് ഈ പുസ്തകത്തിലും. അതുപോലെ തന്നെ റിഡിൽസ് ഇൻ ഹിന്ദുയിസത്തിലും അംബേദ്കർ ചിന്തയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെ ഗാന്ധി വിമർശനമാണ്. അതുപോലെ ബുദ്ധമതത്തിനോടുള്ള പ്രതിപത്തി, അത് രണ്ടുപേരും ഞാൻ ഈ സമാനതകളെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ മാധവനിലും ഡോക്ടർ അംബേദ്കറിലും സമാനമായിട്ടുള്ള ഇത്തരം ഘടകങ്ങൾ, അതുപോലെ ബ്രാഹ്മണാധികാര വ്യവസ്ഥയോട് പുലർത്തിയിരുന്ന അദ്ദേഹത്തിൻ്റെ എതിർപ്പ്, വൈജ്ഞാനികതയാണ് വിമോചനത്തിനുള്ള ആയുധം, വഴി എന്നുള്ള അദ്ദേഹത്തിൻ്റെ തുറന്നു പറച്ചിൽ, ഇത്തരം ഒരുപാട് ഘടകങ്ങൾ അദ്ദേഹത്തിനും ഡോക്ടർ അംബേദ്കറിലും സമാനമായി കാണുന്നതിൽ നിന്ന് അതിൽ നിന്ന് വായിച്ചെടുക്കുന്ന ഒരു കാര്യം, ഈ ദേശീയ തലത്തിൽ ജനാധിപത്യവൽക്കരണം നമുക്കറിയാം. ഇന്ത്യ ആയിട്ടില്ല. ഈ മാധവൻ ഈ പുസ്തകം എഴുതുന്ന സമയത്ത് അതിനും 2 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് സ്വതന്ത്ര ഇന്ത്യ രൂപീകൃതമാവുന്നത്. ജനാധിപത്യത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ പോലും നമ്മുടെ ദേശത്ത് പ്രാപ്തമായിട്ടില്ലാത്ത ഒരു കാലത്ത് ഈ മാധവൻ ജനാധിപത്യ സങ്കല്പങ്ങളിൽ അടിയുറച്ചിട്ടുള്ള, ദേശീയ തലത്തിൽ അതിനു വേണ്ടിയിട്ട് നടത്തുന്ന അംബേദ്കർ ഉൾപ്പെടെയുള്ളവർ, അംബേദ്കറെ മാത്രമല്ല ഞാൻ പറയുന്നത്, അംബേദ്കർ ഉൾപ്പെടെയുള്ളവർ നടത്തുന്ന അത്തരം ശ്രമങ്ങളെ വളരെ കൃത്യതയോടെ നിരീക്ഷിച്ചിരുന്നു. അത് തൻ്റെ ചിന്താ പദ്ധതിയിലും പ്രവർത്തന പദ്ധതിയുടെയും ഭാഗമായും തൻ്റെ എന്താ പറയുക ലിഖിത രൂപത്തിൽ അത്തരം ഒരു പുസ്തകം എഴുതുമ്പോൾ അതിലെ ഉൾക്കൊള്ളലിൻ്റെ ഭാഗമായിട്ട് അത്തരം ചിന്തകളെ കൊണ്ടുവരികയും ചെയ്തിരുന്നു എന്നുള്ളത്, ആ ചിന്താ പദ്ധതി ദേശീയ തലത്തിൽ രൂപപ്പെടുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ കേരളീയ സമൂഹത്തിൽ അതിനുണ്ടായിട്ടുള്ള പ്രത്യക്ഷ സ്വീകാര്യതയുടെ കൂടി അടയാളമായിട്ടാണ് ഞാൻ കാണുന്നത്. ഡോക്ടർ അംബേദ്കർ തന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ പലയിടത്തും പറയുന്നുണ്ട്, റിഡിൽസ് ഇൻ ഹിന്ദുയിസത്തിന് ഇന്ത്യയിൽ തന്നെ ഇന്ത്യൻ ഭാഷകളിൽ ആദ്യമുണ്ടായ വിവർത്തനങ്ങളിലൊന്ന് മലയാളത്തിലാണ്. മലയാള ഭാഷയിൽ അതിൻ്റെ പ്രതികൾ അച്ചടിച്ച് വിതരണം ചെയ്യപ്പെട്ടു. അങ്ങനെ 24 വർഷത്തിന് ശേഷം റിഡിൽസ് ഇൻ ഹിന്ദുയിസത്തിന് സ്വീകാര്യത ഉണ്ടാക്കി കൊടുത്ത, അത്തരത്തിൽ വിവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടുന്ന ഒരു ഇടമാക്കിയിട്ട്, വിവർത്തന രൂപത്തിലാണെങ്കിൽ പോലും ഹിന്ദുമതത്തിലെ പ്രഹേളികകളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് 24 വർഷം മുമ്പേ സ്വതന്ത്ര സമുദായത്തിലൂടെ ഈ മാധവൻ ഒരുക്കി കൊടുത്ത ഒരിടം, അത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. അംബേദ്കറേറ്റ് ആശയ പദ്ധതികൾക്ക് സ്വീകാര്യത കിട്ടുന്നതിന് സമാനമായ ചിന്താഗതി അദ്ദേഹത്തിനു മുമ്പേ പുലർത്തുകയും അത് കേരളീയ സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്ത ഈ മാധവനും വലിയ പങ്കാളിത്തമുണ്ടെന്ന് തന്നെയാണ് ഞാൻ അതിനെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നത്. അത് മാത്രമല്ല, നമുക്കറിയാം ഈ പുസ്തകം, ഞാൻ അധിക സമയം എടുക്കുന്ന കുഴപ്പമില്ല, ഈ പുസ്തകം നമുക്കറിയാം മതേതരമായിട്ടുള്ള, യുക്തിസഹമായിട്ടുള്ള, സമത്വാധിഷ്ഠിതമായ ഒരു സമൂഹ നിർമ്മിതി അദ്ദേഹം തന്നെ വിഭാവനം ചെയ്യുന്ന ഒരു നവസമൂഹ നിർമ്മിതി പ്രാപ്തമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം ഈ സ്വതന്ത്ര സമുദായം എന്ന് പറയുന്ന രചന നടത്തുന്നത്. അതിൻ്റെ ലക്ഷ്യമായിട്ട് അദ്ദേഹം പറയുന്ന ഒരു വാചകം ഞാൻ അങ്ങനെ തന്നെ ഉദ്ധരിക്കുകയാണ്: യുക്തിക്കും നീതിക്കും ഒക്കാത്ത എന്തിനേയും എതിർത്ത് പൊടിപാറ്റുവാനുള്ള ചങ്കുറപ്പും തൻ്റെ ഇടവും നമ്മിൽ ഉണ്ടാകണം എന്നതാണ് ഈ പുസ്തക രചനയിലൂടെ ഞാൻ ലക്ഷ്യം വെക്കുന്നത്. യുക്തിരഹിതമായിട്ടുള്ള, വസ്തുതയ്ക്ക് നിരക്കാത്ത, വസ്തുനിഷ്ഠമല്ലാത്തതായ ഒരാശയവും ഈ 51 അധ്യായങ്ങൾ, നിങ്ങൾ ആ അധ്യായങ്ങൾ ഓരോന്നും, അധ്യായങ്ങളുടെ തലക്കെട്ടുകൾ ഓരോന്നും എടുത്തു നോക്കിയാൽ നിങ്ങൾക്കറിയാം, ആശയങ്ങളുടെ നമുക്ക് 90 വർഷം മുമ്പ് ഇത്തരത്തിൽ ഇന്ന് ആധുനിക ബോധത്തിൽ, ആധുനിക വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ള മനുഷ്യർ ചിന്തിക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി ലോകകാര്യങ്ങൾ, നമ്മൾ കേരളത്തിൻ്റെ ഒരു ദേശഭൂമികയിൽ മാത്രം ഒതുങ്ങി നിന്നിട്ടുള്ള കാര്യങ്ങളല്ല ഈ മാധവൻ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. ആ തലക്കെട്ടുകൾ ഓരോന്ന് വായിക്കുമ്പോൾ തന്നെ എത്രമാത്രം ആശയവിപുലമായിട്ടുള്ള, എത്രമാത്രം യുക്തിസഹമായിട്ടുള്ള, വസ്തുനിഷ്ഠമായിട്ടുള്ളവയല്ലാത്തതൊന്നും ഈ പുസ്തകം നമ്മളോട് ചർച്ച ചെയ്യുന്നില്ല. നമുക്കിപ്പോഴും 90 വർഷത്തിനിപ്പുറവും ഈ പുസ്തകത്തെ എത്ര നിരോധനങ്ങൾക്ക് വിധേയമാക്കിയാലും നിശബ്ദമാക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള ആ മൂർച്ച, ഈ ഹിന്ദുത്വത്തെ അല്ലെങ്കിൽ സവർണ സനാതന ഹിന്ദു പ്രത്യയശാസ്ത്രത്തെ കീറിമുറിക്കാനുള്ള യുക്തിബോധം, ഈ പുസ്തകത്തിൻ്റെ 35 അധ്യായങ്ങളും അദ്ദേഹം ഈ ഒരു ആശയത്തെ കേന്ദ്രീകരിച്ച് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. മതഭ്രാന്തിൻ്റെയും മതാന്ധതയുടെയും ഒക്കെ കാലത്ത്, യാഥാസ്ഥിതികത്വത്തിൻ്റെ കാലത്ത് തൻ്റെ പുസ്തകമോ താനോ സ്വീകരിക്കപ്പെടുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലൊന്നുമല്ല, ആക്രമിക്കപ്പെടും, കല്ലെറിയപ്പെടുമെന്നുള്ള ഉറപ്പോടുകൂടി തന്നെയാണ് ഭയരഹിതനായ ആ മനുഷ്യൻ ഇത്
ഇത് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ആ പുസ്തകം വായിക്കുമ്പോൾ ഇന്നും ഈ പുസ്തകത്തിനെ കുറിച്ചുള്ള ഒരു ചർച്ചയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലോ സമൂഹ മാധ്യമങ്ങളിലോ എഴുതുമ്പോൾ പോലും ഈ പുസ്തകത്തിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ ഈ ചിന്താഗതികൾക്കെതിരായിട്ടുള്ള ഈ മാധവനെതിരായിട്ടുള്ള പോർവിളികളുമായിട്ട് വരുന്ന യാഥാസ്ഥിതികർ യാഥാർത്ഥ്യമാണ് എന്നിരിക്കെ നമ്മൾ ഇപ്പോഴും അത് കണ്ടുകൊണ്ടിരിക്കുകയാണെന്നിരിക്കെ അതെല്ലാം ഉണ്ടാകുമെന്നുള്ള ഉറപ്പുണ്ടായിട്ടും ഭയരഹിതമായിട്ട് അദ്ദേഹം ഇറങ്ങിത്തിരിച്ച ഒരു മഹായത്നത്തിൻ്റെ ലിഖിത രേഖയാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇതൊരു വിമോചനത്തിൻ്റെ, ദൈവശാസ്ത്ര വിമോചനത്തിൻ്റെ മാത്രമല്ല, മതവിമോചനത്തിൻ്റെയും ജാതി വിമോചനത്തിൻ്റെയും അജ്ഞാന വിമോചനത്തിൻ്റെയും അയുക്തി വിമോചനത്തിൻ്റെയും, യുക്തിയില്ലാത്തതിനെ ഒന്നും നിങ്ങൾ സ്വീകരിക്കരുത് എന്ന് തന്നെയാണ് അദ്ദേഹം വായനക്കാരോട് ആഹ്വാനം ചെയ്യുന്നത്. സനാതന സവർണാധികാര വിമോചനത്തിൻ്റെ വിപ്ലവ മാനിഫെസ്റ്റോ തന്നെയാണ് ഈ ഒരു പുസ്തകം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം എന്തുകൊണ്ട് ഈ പുസ്തകം എഴുതി, എന്താണ് അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്? രണ്ട് കാര്യങ്ങളാണെന്നാണ് അദ്ദേഹം പറയുന്നത്. നാം ജീവിച്ചു എന്ന് ഇനിയുള്ള തലമുറയെങ്കിലും അറിയട്ടെ, അവർക്ക് നമ്മളെപ്പറ്റി ആദരവും സ്നേഹവും തോന്നട്ടെ. ഈ പുസ്തകം വായിക്കുന്ന യാതൊരുവനും യുക്തിചിന്തയും ബോധവും തലയിൽ വെളിച്ചവുമുള്ള ഒരാൾക്കും ഈ മാധവൻ എന്ന് പറയുന്ന മനുഷ്യനോട് ആദരവും ബഹുമാനവും തോന്നാതെ ഈ പുസ്തകം അടച്ചു വയ്ക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യം. എത്രത്തോളം നിഷ്പക്ഷമായി നിന്ന് ഈ പുസ്തകം നിങ്ങൾ വായിക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് ആ മനുഷ്യനോട് ബഹുമാനം തോന്നുക തന്നെ ചെയ്യുമെന്നതിൽ യാതൊരു അർത്ഥശങ്കയുമില്ല. അധർമ്മവും അനീതിയും സാധുജനമർദ്ദനവും ഒരിടത്തും ഉണ്ടാകാൻ ഇടം കൊടുക്കരുതെന്ന പരമാദർശം കൊണ്ടു നടക്കുന്ന ഒരു യുവതയുടെ സൃഷ്ടിക്കായാണ് ഞാൻ ഈ പുസ്തകം എഴുതിയത്. അതുകൊണ്ടാണ് ഞാനിതിനെ വിമോചനത്തിൻ്റെ വിപ്ലവ മാനിഫെസ്റ്റോ എന്ന് വിശേഷിപ്പിച്ചത്. സാധുജനങ്ങൾ എന്ന് തന്നെയാണ് അദ്ദേഹം ഡോക്ടർ അംബേദ്കർ, ബാബാ സാഹേബ് ഡോക്ടർ അംബേദ്കർ ദലിതർ എന്ന് സംബോധന ചെയ്ത, മഹാത്മാ അയ്യൻകാളി സാധുജനം എന്ന് സംബോധന ചെയ്ത അതേ ജനവിഭാഗത്തെ, അവർണ ജനവിഭാഗത്തെ തന്നെയാണ് അദ്ദേഹവും സാധുജനം എന്ന് അഭിസംബോധന ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നു, അധർമ്മവും അനീതിയും സാധുജനമർദ്ദനവും ഈ മൂന്നുമാണ് സമൂഹത്തിൽ ഏറ്റവും കൃത്യമായി എതിർക്കപ്പെടേണ്ട തിന്മകളെന്ന് മനസ്സിലാക്കി അതിനു വേണ്ടിയിട്ട് ഇറങ്ങിപ്പുറപ്പെടുന്ന ഒരു യുവതയെ വാർത്തെടുക്കാൻ സാധിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള യത്നം, മരിച്ചു മണ്ണടിയും മുമ്പ് താൻ ഉൾപ്പെടുന്ന മാനവ സമുദായത്തിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യനും വഴികാട്ടുന്ന ആ വെളിച്ചം തന്നെയാണ് അദ്ദേഹം ഈ ഒരു പുസ്തകത്തിലൂടെ കൊളുത്തി വെച്ചിട്ടുള്ളത്. ദൈവം പറഞ്ഞു തരാത്ത പുസ്തകമാണിതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ദൈവാനുഗ്രഹം തീരെ ഇല്ലാത്ത പുസ്തകമാണിതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ ദൈവാനുഗ്രഹം ഇല്ലായ്മ തന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത്. അത്തരത്തിൽ യുക്തിസഹമായിട്ടുള്ള ഒരു പുസ്തകം. അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിന് മനുഷ്യരുടെ അനുഗ്രഹവും മനുഷ്യരുടെ സ്വീകാര്യതയുമാണ് വേണ്ടത്. മനുഷ്യൻ എന്ന വാക്കിന് വില കൽപ്പിക്കുന്ന മനുഷ്യരുടെ സ്വീകാര്യതയുള്ളിടത്തോളം ദൈവാനുഗ്രഹങ്ങൾക്കൊക്കെ ഉപരിയായിട്ട് ഈ പുസ്തകം നിലകൊള്ളുക തന്നെ ചെയ്യും. ഇന്ന് അക്ഷരപൂജ നടക്കുന്ന ദിവസം നമ്മൾ ഈ പുസ്തകം ചർച്ചയ്ക്കെടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. യുക്തിചിന്ത, ബോധം എന്നുള്ളത് നമ്മൾ അക്ഷരജ്ഞാനം, അറിവിനെ കുത്തകയാക്കി വെച്ചിരുന്ന മനുഷ്യരുടെ കയ്യിൽ നിന്ന് വിപ്ലവത്തിലൂടെയും വിമോചന സിദ്ധാന്തങ്ങളിലൂടെയും തന്നെ അത് പിടിച്ചു വാങ്ങിയ ഒരു ജനതയ്ക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ ശബ്ദിച്ച ഒരു മനുഷ്യന് വേണ്ടിയിട്ട് ഇതേ ദിവസം തന്നെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതും കാലത്തിൻ്റെ ഒരു കാവ്യനീതി തന്നെയാണ്. എന്തായാലും ശരി, സ്വതന്ത്ര സമുദായം എന്താണ് വായനക്കാരോട് ആഹ്വാനം ചെയ്യുന്നത് എന്നുള്ളത് ഈ ചർച്ചയുടെ അവതരണ സമയത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. മതം നല്ലതോ ചീത്തയോ, അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ചകളൊക്കെ പാഴ്വാദങ്ങളാണ്. അതൊക്കെ നമ്മൾ തള്ളിക്കളയേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. അതിനെക്കുറിച്ചൊന്നുമല്ല നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. ഇന്നത്തെ സ്ഥിതി നോക്കിക്കാണൂ, സ്വതന്ത്രമായി ചിന്തിക്കൂ എന്നാണ് അദ്ദേഹം അന്നത്തെ വായനക്കാരോട് മാത്രമല്ല ഇന്നത്തെ വായനക്കാരോടും പറയുന്നത്. ഇന്നത്തെ സ്ഥിതി നോക്കിക്കാണൂ എന്നാണ്. നിങ്ങൾ ചരിത്രത്തിലെ നീതികേടുകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല, അത് കഴിഞ്ഞ കാലമാണ്. പക്ഷേ ആ നീതികേടുകൾ ഇന്നും തുടരുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയുക തന്നെ വേണം എന്നാണ് അദ്ദേഹം കൃത്യമായി എഴുതി വച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്ന 2 വാചകങ്ങൾ ഏറെ മുഴക്കമുള്ള 2 വാചകങ്ങളാണ്. സ്വതന്ത്ര ചിന്ത, ഭീതിരാഹിത്യം. ഒരു രാഷ്ട്രം, ജനാധിപത്യ രാഷ്ട്രം, അതിൻ്റെ പൗരന്മാരെ പഠിപ്പിക്കേണ്ട ഏറ്റവും കനമുള്ള 2 വാചകങ്ങൾ തന്നെയാണ് സ്വതന്ത്ര ചിന്തയും നീതിരാഹിത്യവും. നമുക്കറിയാം, സ്വതന്ത്ര ചിന്തയ്ക്കും ശാസ്ത്രാവബോധത്തിനുമൊക്കെ എതിരായിട്ട് ഭരണകൂടം തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, ആൾദൈവങ്ങളെ ആരവങ്ങളോടും ആർപ്പുവിളികളോടും മാലയിട്ട് സ്വീകരിക്കുന്ന ഒരു കാലത്ത് അതിനു വേണ്ടിയെല്ലാം ശബ്ദിച്ച, അതും ഭരണഘടനയിൽ
സയൻറ്റിഫിക് ടെമ്പർ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ട അതേ ഭരണഘടന തന്നെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാരുൾപ്പെടെയുള്ളവർ അതിനെല്ലാം വിരുദ്ധമായിട്ടുള്ള ഇടങ്ങളിൽ സവർണത്വത്തെയും സനാതന ഹിന്ദുത്വത്തെയും എങ്ങനെയെല്ലാം പ്രീണിപ്പിക്കാമെന്ന് ഭരണകൂടങ്ങൾ തന്നെ ആവർത്തിച്ച് പദ്ധതി ആവിഷ്കരണങ്ങളും പ്രവർത്തന പഥത്തിലേക്കുള്ള അതിൻ്റെ പ്രയാണങ്ങളുമൊക്കെ നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരിടത്ത് ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർ നമ്മൾ കൂടിയാണ്. ഇന്ത്യൻ ഭരണഘടനയിലും ജനാധിപത്യത്തിലും സ്വതന്ത്ര ചിന്തയിലും ഭയരഹിതരായി വിശ്വസിക്കുന്ന, ഭയമുണ്ടെങ്കിൽ നമുക്കിതിനൊന്നും സാധിക്കില്ല. പക്ഷേ ഭയരഹിതരായി നമ്മൾ അതിനെയെല്ലാം പിന്തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും സ്വതന്ത്ര സമുദായം എന്നുള്ള ഈ പുസ്തകത്തെ തള്ളിക്കളയാനോ ആ പുസ്തകത്തെ ചർച്ചയ്ക്കെടുക്കാതിരിക്കാനോ സാധിക്കുകയില്ല എന്നുള്ളത് കൂടി കൊണ്ടാണ് നമ്മൾ ഈ പുസ്തകത്തെ ഇന്ന് ഇത്ര വിശദമായിട്ടുള്ള ഒരു സെമിനാർ ഉൾപ്പെടെ, അതുമാത്രമല്ല ഇതിൻ്റെ പുനഃപ്രസിദ്ധീകരണം കൂടി, അതൊരു ചരിത്ര ദൗത്യം തന്നെയാണ്. പലതവണ ഭരണകൂടങ്ങൾ അവരുടെ നിയമാവലികളാലും നിരോധനത്താലും നിശബ്ദമാക്കാൻ ശ്രമിച്ച ഒരു പുസ്തകത്തിന് ശബ്ദം നൽകാനുള്ള ഉത്തരവാദിത്വം ആ ആശയഗതികളെ ചിന്താമണ്ഡലത്തെ പിൻപറ്റുന്ന മനുഷ്യർക്കുണ്ട്. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നുള്ള ഒരു ദൗത്യം കൂടി ഇവിടെ നടത്തപ്പെടുന്നുണ്ട്. അത്തരത്തിൽ സ്വതന്ത്ര ചിന്തയുടെയും സ്വപ്രത്യയസ്ഥൈര്യത്തിൻ്റെയും സ്വന്തം പ്രത്യയശാസ്ത്രത്തിൽ തൻ്റെ തിരിച്ചറിവിൽ ഉറച്ചു നിൽക്കാനുള്ള ആ ചിന്താ സ്ഥൈര്യത്തിൻ്റെ, ധൈര്യമല്ല സ്ഥൈര്യം, ആ സ്ഥൈര്യത്തിൻ്റെയും ബലം നമ്മുടെ യുവതയ്ക്ക്, അദ്ദേഹം പറയുന്നത് പോലെ തന്നെ നമ്മുടെ യുവതയ്ക്ക് പകർന്നു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അവർണ ജനതയെ അഗണ്യ പരകോടിയിലാക്കിയതിന് കാരണക്കാരായിട്ടുള്ള ആളുകൾ ഇപ്പോഴും ചെട്ടിക്കുളങ്ങരയിലും കൂടൽമാണിക്യത്തിലുമൊക്കെ ആയിട്ട് അവരുടെ പ്രത്യയശാസ്ത്രം എന്താണെന്നും അവരുടെ മാനിഫെസ്റ്റോ എന്താണെന്നും അത് സവർണ ബ്രാഹ്മണ്യത്തിൽ നിന്നൊട്ടും പുറകോട്ട് പോയിട്ടില്ല എന്നുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇനിയും ഈ അവർണ മനുഷ്യർ അല്ലെങ്കിൽ അവർണ ജനകോടികൾ ഇവർ നിന്ദ്യതയുടെ പരകോടിയിലേക്ക് എന്തിനെ ഉപയോഗിച്ച് തള്ളിക്കളഞ്ഞോ അതിൽ പിടിച്ചു പറ്റാനായിട്ട് ഇനിയും ശ്രമിക്കേണ്ടതില്ല എന്ന് അത് നമുക്ക് ഗുരു കാണിച്ചു തന്നിട്ടുണ്ട്. ആ വഴി അത് നമുക്ക് ബാബാ സാഹബ് ഡോക്ടർ അംബേദ്കർ കാണിച്ചു തന്നിട്ടുണ്ട്. അദ്ദേഹം ആദ്യകാലങ്ങളിലൊക്കെ ക്ഷേത്രപ്രവേശന ശ്രമങ്ങൾക്കും യത്നങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് നടന്നിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം കലാറാം ക്ഷേത്രപ്രവേശന പ്രക്ഷോഭത്തിന് ശേഷം അംബേദ്കർ പൊതുവേദിയിൽ വെച്ച് തന്നെ പറയുന്നുണ്ട്, അതൊരു തെറ്റായ ശ്രമമായിപ്പോയി. ക്ഷേത്രപ്രവേശന യത്നങ്ങൾക്ക് വേണ്ടി ഇനിയും നമ്മുടെ ജനതയുടെ അധ്വാനവും സമ്പത്തും ഒന്നും വിനിയോഗിക്കേണ്ടതില്ല, അത് തെറ്റായ തീരുമാനമായിപ്പോയി എന്ന് അംബേദ്കർ പറയുന്നുണ്ട്. അത് തന്നെ ഗുരുവും പറയുന്നുണ്ട്. ആദ്യകാലങ്ങളിൽ ബിംബപ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ക്ഷേത്രങ്ങളിൽ പിൽക്കാലത്ത് അദ്ദേഹത്തിന് ക്ഷേത്രപ്രതിഷ്ഠകൾക്കായി വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതും, ഞാൻ ഇനി ദൈവപ്രതിഷ്ഠകളിലേക്കില്ല, അവസാനം കണ്ണാടി പ്രതിഷ്ഠ നിർബന്ധം സഹിക്കവയ്യാതെ നീ തന്നെയാണ് ദൈവം, നിന്നെ തന്നെയാണ് മനുഷ്യ, നീയാണ് നിനക്ക് ഏറ്റവും വലിയ ആദർശ രൂപമെന്ന് കാണിച്ചു കൊടുത്ത, അത് പ്രതീകാത്മകമായി കാണിച്ചു കൊടുത്തപ്പോഴും അതിനെ ദൈവതുല്യമായിട്ട് ആരാധിക്കുകയും ആ ആരാധനാമൂർത്തിയെ തന്നെ, അതായത് ആ ആശയത്തെ മുൻനിർത്തി എന്തിനെയാണോ നിന്റെ ദൈവം നീ തന്നെയാണെന്ന് പറഞ്ഞ ഗുരുവിനെ തന്നെ ദൈവമാക്കി കളയുകയും അത്തരത്തിലുള്ള തിരിഞ്ഞുപോക്കിലേക്ക് പോവുകയും ചെയ്ത ഒരു ജനതയുടെ പ്രത്യക്ഷ രൂപങ്ങൾ നിരന്തരം ആവർത്തിച്ച് കാണേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് മതേതര മാനവികതാവാദം, നമ്മൾക്കറിയാം മതനിരപേക്ഷതയല്ല, മതനവീകരണമല്ല, മതേതര മാനവികതാവാദം തന്നെയാണ് ഈ ഒരു പുസ്തകം മുന്നോട്ട് വയ്ക്കുന്നത്. മനുഷ്യർ മതത്തിൻ്റെ ചങ്ങലകളിൽ നിന്ന് വിമോചിതരായിട്ട് വേണം ആ സ്വതന്ത്ര സമുദായം, ഈ മാധവൻ മുന്നോട്ട് വയ്ക്കുന്ന ആ സ്വതന്ത്ര സമുദായം സാധ്യമാക്കാൻ. പക്ഷേ ഒരു ചോദ്യം അവിടെ വീണ്ടും ഉയരുന്നുണ്ട്. അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഈ സ്വതന്ത്ര സമുദായം ഈഴവർ എന്ന് പറയുന്ന ഒരു ജനവിഭാഗത്തെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണോ എന്നൊരു ചോദ്യം. അതിന് അദ്ദേഹം തന്നെ കൃത്യമായ മറുപടി പുസ്തകത്തിൽ പറയുന്നുണ്ട്. അല്ല, മതത്തോടും പുരോഹിത മേധാവിത്വത്തോടും പോരാടുവാൻ സന്നദ്ധരായി വരുന്ന ഏതു സമുദായക്കാരും സ്വതന്ത്ര സമുദായം എന്ന പരികൽപ്പനയുടെ പരിധിയിൽ ഞാൻ പെടുത്തും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈഴവർ ഹിന്ദുക്കളല്ല എന്നുള്ള ആ ടാഗ്ലൈൻ കണ്ട് ഇത് ഈഴവരെ മാത്രം സംബന്ധിക്കുന്ന കാര്യമാണ് എന്ന് വിചാരിച്ച് പുറകോട്ട് പോകുന്നവർ സ്വയം ചോദിക്കുക, നിങ്ങൾ പോരാടുവാൻ തയ്യാറാണോ? ആരോട് പോരാടുവാൻ? അവർ മതപുരോഹിത മേധാവിത്വത്തോട്,
മതത്തോട് തന്നെയും പോരാടുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളും എന്തിൻ്റെ പരിധിയിൽ വരും? സ്വതന്ത്ര സമുദായം എന്ന പരികൽപ്പനയുടെ പരിധിയിൽ വരുമെന്ന് തന്നെയാണ് ഈ മാധവൻ എഴുതുന്നത്. സ്ഫോടനാത്മകമായ വൈജ്ഞാനിക സമൃദ്ധി കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഒരു പുസ്തകം. ഈ പുസ്തകത്തിൻ്റെ തലക്കെട്ടുകളെക്കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞു. തലക്കെട്ടുകൾ പോലെ തന്നെ ഉള്ളടക്കത്തിൻ്റെ കാര്യത്തിൽ ഈ ഇഴവർ ഹിന്ദുക്കളല്ല എന്ന് ഉള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും പ്രഥമവുമായ അധ്യായത്തിന് ശേഷം അദ്ദേഹം ഈഴവർ എന്തുകൊണ്ട് ഹിന്ദുക്കളായി തുടരേണ്ടതില്ല എന്നാണ് പിന്നീട് വരുന്ന 35 അധ്യായങ്ങളിലും പറയുന്നത്. ഒരു കാര്യം പ്രസ്താവനയായി പറഞ്ഞു വയ്ക്കുകയല്ല, യുക്തിസഹമായി അതിനെ സ്ഥാപിക്കുക എന്നുള്ളത് നിസ്സാരമായ കാര്യമല്ല. അത് ഒരർത്ഥത്തിൽ ബോധവൽക്കരണത്തിനുള്ള യത്നമാണ്. ആ ബോധം നമുക്ക് വന്നിട്ടുണ്ടോ ഇല്ലയോ, ആ ബോധം സ്വീകരിക്കാനുള്ള നിലവാരത്തിലേക്ക് കേരളം പരുവപ്പെട്ടിരുന്നോ ഇല്ലയോ, അതിനിനിയും എത്ര കാലമെടുക്കും എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യേണ്ട വിഷയം. ഈ ഓരോ അധ്യായത്തെയും അദ്ദേഹം സംവിധാനം ചെയ്യുന്നത് യുക്തിസഹമായിട്ടുള്ള നിലപാടുകളിലൂടെ തന്നെയാണ്. ആ ഒരു യുക്തിസഹമായിട്ടുള്ള നിലപാടുകളുടെ വെളിച്ചത്തിൽ തന്നെ വേണം. യുക്തിയില്ലാത്ത ഒരുവന് ഈ പുസ്തകം വായിച്ചാൽ ദഹിക്കില്ല. അന്ധമായ മതവിശ്വാസത്തിൻ്റെ കെട്ടുപാടുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ഓരോ മനുഷ്യർക്കും ഇത് അവനവൻ്റെ മതത്തോടുള്ള വിമർശനമായിട്ട് തോന്നുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നമ്മൾ ഈ പുസ്തകത്തെ വായിക്കാൻ എടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളീയ ജ്ഞാന സംസ്കാര മണ്ഡലത്തിൽ മാത്രം നിന്നുകൊണ്ടല്ല അദ്ദേഹം ഈ പുസ്തകത്തിൻ്റെ രചന നിർവഹിച്ചതെന്ന് ഞാൻ പറഞ്ഞു. ഈ സ്വതന്ത്ര സമുദായത്തിലെ വസ്തുതാ വിശകലനങ്ങൾ ഓരോന്നും നമ്മൾ എടുത്തു നോക്കിയാൽ അന്തർദേശീയ തലത്തിലുണ്ടാകുന്ന അക്കാലത്ത് ഒന്ന് ആലോചിച്ച് നോക്കണം. 1934 നമ്മളിന്ന് നമ്മുടെ വിരൽത്തുമ്പിൽ ChatGPT ഉണ്ട്, വിരൽത്തുമ്പിൽ AI ഉണ്ട്. ലോകത്തെ ഏത് വിവരങ്ങളും നമുക്ക് നിമിഷം കൊണ്ട് ലഭ്യമാകുന്ന തരത്തിലുള്ള വൈജ്ഞാനികതയുടെ കുത്തൊഴുക്ക് നമുക്ക് ഇന്ന് നമ്മുടെ കൺമുന്നിലുണ്ട്. എന്നാൽ ഇതൊന്നും ഇല്ലാതിരുന്ന അല്ലെങ്കിൽ അതിപരിമിതമായിരുന്ന, അച്ചടിക്കുന്ന പുസ്തകങ്ങളുടെ എണ്ണം തന്നെ വളരെ പരിമിതമായിരുന്ന, ഒരു പുസ്തകമോ പത്രമോ മാസികയോ ഇറങ്ങിയാൽ ഒരു കൂട്ടം ആളുകൾ ഇരുന്ന് വായിച്ചിരുന്ന ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ ജ്ഞാനതൃഷ്ണ, അദ്ദേഹത്തിൻ്റെ ഈ നിരന്തര ബൗദ്ധിക അധ്വാനം എത്രയുണ്ടായിരുന്നു എന്ന് നമ്മളെ അതിശയിപ്പിക്കുന്ന തരത്തിലാണ് അദ്ദേഹം ഈ പുസ്തകത്തിലെ അധ്യായങ്ങൾ നിങ്ങൾ നോക്കിയാൽ അറിയാം. ഈ നാസ്തികതയും ദേശപുരോഗതിയെ സംബന്ധിക്കുന്ന ഒരു അധ്യായത്തിൽ അദ്ദേഹം നാസ്തികതയും മതരാഹിത്യവുമായിട്ട് ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി റഷ്യയുടെ അക്കാലത്തെ സ്ഥിതിയെ ഉദാഹരിച്ചുകൊണ്ട് ഒരു അധ്യായത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. ആ അധ്യായത്തിൽ അദ്ദേഹം പലയിടങ്ങളിലും മേയോയുടെ മദർ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തെ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. ഈ മദർ ഇന്ത്യയെ മാത്രമല്ല അദ്ദേഹം ഉദ്ധരിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ അറിയാം, ഈ മദർ ഇന്ത്യക്ക് മറുപടിയായിട്ട് അക്കാലത്ത് ഖാലിദ് ലത്തീഫ് ഗൗബ എന്ന് പറയുന്ന എഴുത്തുകാരൻ അങ്കിൾ ഷാം എന്ന് പറയുന്ന ഒരു പുസ്തകം ഈ മദർ ഇന്ത്യക്ക് മറുപടിയായിട്ട് എഴുതുകയുണ്ടായി. ഒരു പുസ്തകത്തെ മാത്രം ആശ്രയിച്ച് ഏകപക്ഷീയമായിട്ടുള്ള വിശകലനത്തെ മാത്രമല്ല അദ്ദേഹം റെഫറൻസ് ആയിട്ട് സ്വീകരിച്ചിട്ടുള്ളത്. ഈ അങ്കിൾ ഷാമിലെയും മദർ ഇന്ത്യയിലെയും വിവരങ്ങളെ രണ്ടിനെയും തൻ്റെ വാദപ്രതിവാദങ്ങളിൽ അദ്ദേഹം ഉൾപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ആധുനിക സയൻസിൻ്റെ പ്രവാചകനായിട്ടുള്ള ബ്രൂണോയെ ചുരുക്കാം ഓക്കെ അപ്പോൾ ഇങ്ങനെ കബോഡിഫോറിയിൽ വെച്ച് ബ്രൂണോയെ പച്ചയ്ക്ക് കത്തിച്ച് കളഞ്ഞ അത് നിങ്ങൾ ആ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം മതം എങ്ങനെയാണ് ശാസ്ത്രത്തിനെതിരെ നിന്നതെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഉദാഹരണമായിട്ട് കാണിക്കുന്നത് ബെർട്രാൾഡ് റസ്സലിൻ്റെ പിതാമഹനെ 14 വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിച്ചതിനെ, അതുപോലെ വാൾട്ടയറോടും റിഡ്ലായോടും ഇർസോളിനോടും ഒക്കെ മത പുരോഹിത്വം അല്ലെങ്കിൽ മതമേധാവിത്വം കാണിച്ച ക്രിസ്തുമതം കാണിച്ചിട്ടുള്ള ശാസ്ത്രവിരുദ്ധതയുടെ ഭാഗമായിട്ട് കാണിച്ചിട്ടുള്ള പീഡനങ്ങളെ എണ്ണമിട്ട് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, കേരളീയ ജ്ഞാന പരിസരത്തിലോ സാംസ്കാരിക അന്തരീക്ഷത്തിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിരുന്നില്ല ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന ജ്ഞാനമണ്ഡലം. അതിനെ സ്വീകരിക്കാനായിട്ടുള്ള വൈജ്ഞാനിക വലിപ്പം അന്ന് കേരളത്തിലെ യുവതലമുറയ്ക്കോ ഉണ്ടായിരുന്നിരിക്കില്ല. അത് നമുക്ക് അന്ന്
ഒരു ഉപേക്ഷയായിട്ട് പറയാമായിരുന്നു. പക്ഷേ ഇന്ന് ആധുനിക വിജ്ഞാന മണ്ഡലങ്ങളിലേക്ക് വളരെ വേഗത്തിൽ സ്വീകാര്യത കിട്ടിയിട്ടുള്ള, വളരെ വലിയ സ്വീകാര്യത കിട്ടിയിട്ടുള്ള ഒരിടമാണ് ചുരുങ്ങിയ പക്ഷം കേരളമെങ്കിലും അത്തരത്തിലുള്ള കേരളത്തിൽ ഈ പുസ്തകത്തിന് സ്വീകാര്യത കിട്ടേണ്ട നാളുകളാണ്. അതിനുവേണ്ടിയുള്ള യത്നം നമ്മൾ ഓരോരുത്തരിൽ നിന്നും ഉണ്ടാവേണ്ട സമയമാണ്. ഈ ഒരു പുസ്തകത്തെക്കുറിച്ച് ഇനിയും ഒരു എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും, കാര്യം 51 അധ്യായങ്ങളിലായിട്ട് ഇത്ര വിശദമായിട്ട് അക്കാല കേരള ചരിത്രം നമ്മൾ ചരിത്രമായിട്ട് എഴുതിയിട്ടുള്ള അനേകം പുസ്തകങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥ ചരിത്രം, ജാതി കേരളത്തിൻ്റെ ചരിത്രം എന്തായിരുന്നു എന്ന് കൂടിയാണ് സ്വതന്ത്ര സമുദായം നമ്മളോട് പറയുന്നത്. ആ യാഥാർത്ഥ്യത്തെ ചരിത്രത്തിൽ നിന്ന് വർത്തമാനത്തിലേക്ക് അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത് ഭാവി കേരളത്തെ ആയിരുന്നു. ആ ഭാവി കേരളത്തിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. വർത്തമാനത്തിലിരുന്നു കൊണ്ട് ചരിത്രത്തിൽ സംഭവിച്ച ഒരു കൃതിയെ നമ്മൾ മുഖാമുഖം നിർത്തി ചർച്ചയ്ക്കെടുക്കുമ്പോൾ കുറേ കൂടി രാഷ്ട്രീയ ജാഗ്രതയോടുകൂടി യുക്തിസഹമായിട്ട് ബോധ തലത്തിൽ ഉണ്ടായിട്ടുള്ള മതരഹിതമായിട്ടുള്ള ഉണർവോട് കൂടിയിട്ട് നമ്മൾ ആ കൃതിയെ ചർച്ചയ്ക്കെടുക്കുക തന്നെ വേണം. അതിന് വേണ്ടിയുള്ള ഈ ഉദ്യമം വളരെ ഉചിതമായ കാലത്തും ദേശത്തും തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ആ യത്നം ഇനിയും തുടരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.